പക്ഷെ പിണറായി വിജയനോട് ഒരു കാര്യം പറയട്ടോ, ഈ രാഹുൽ മാങ്കൂട്ടം ശബരിമല മറ്റേ അമ്പലം കൊള്ളയടിച്ചിട്ടേ 1000 കോടിയോളം കടത്തിക്കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടം അല്ല കേട്ടോ, അത് നിങ്ങളുടെ സഖാക്കന്മാരാണ്, മറക്കണ്ട. വാസുവും പത്മകുമാറും അതിനുള്ളിൽ കിടക്കുകയാണ്. കടകംപള്ളി പുറത്താണെങ്കിലും വാസുവൻ പുറത്താണെങ്കിലും ഇന്നോ നാളെയോ നിങ്ങളുടെ പോലീസ് അല്ലടോ. പോലീസ് അന്വേഷണ സംഘം വേറെ വരാനുണ്ട്, CBI വരും. CBI വന്നാലേ പൊക്കും, കടകംപള്ളിയെയും പൊക്കും, പ്രശാന്തിനെയും പൊക്കും, വാസവനെയും പൊക്കും. പിന്നെ നിന്റെ കാര്യം അത് BJPയുമായുള്ള ഒരു അന്തർധാര മൂലം അതെന്ത് സംഭവിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഏറെ ആഹ്ലാദിക്കണ്ട, ഏറെ തുള്ളിച്ചാടണ്ട. രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങും. കാരണം ഈ കാര്യങ്ങൾ കേട്ടിട്ട്, ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് മനസ്സിലാകില്ലോ, അതായത് ഇവിടെ ബലാത്സംഗം നടന്നിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് മുറിയെടുക്കുന്നു, ആ മുറിയിലേക്ക് ആളെ ക്ഷണിക്കുന്നു, വരൂ ചേട്ടാ എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു തരൂ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഗർഭിണിയാവുമ്പോ ഗർഭം അലസിപ്പോയാൽ ആ അലസിയ ഭ്രൂണം കുപ്പിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് പറയുന്നു ചേട്ടാ നമുക്ക് ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കാം എന്ന് പറയുന്നു. ചേട്ടന് ചെരുപ്പ് വേണോ, ചേട്ടന് അണ്ടർവെയർ വേണോ, ഞാൻ വാങ്ങിത്തരാന്ന് പറയുന്നു. ചേട്ടന് പൈസ വേണോ, ഞാൻ തരാന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതിസന്ധിയിലാവുമ്പോ നേരിട്ട് ഒരു ഇമെയിൽ പരാതി കഴിഞ്ഞില്ലേ. നല്ലൊരു സിനിമാ കഥ അല്ലെ, നല്ലൊരു സിനിമാ കഥ നമുക്ക് ഉണ്ടാക്കാം. സിനിമാ കഥക്ക് പോലും സ്കോപ്പില്ലാന്നേ, സിനിമാ കഥക്ക് പോലും സ്കോപ്പില്ല. അതാണ് സംഭവം. ഞാൻ ഇതാ പറയുന്നത്, പിണറായി ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. ഈ സ്ത്രീ പിണറായിക്ക് ശബ്ദ സന്ദേശം അയച്ചു എന്നാ പറയുന്നത്. പിണറായിക്ക് ശബ്ദ സന്ദേശം അയച്ചു അത്രേ. അത് കേട്ടിട്ട് പിണറായി ആകെ പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിണറായി ഉത്തരവിട്ടത് ഇവനെപ്പം തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് കെ ശൈലജയുടെ വക സതീദേവി, നമ്മുടെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, പിന്നെ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി, ഇവർ 3 പേരുടെയും, പിന്നെ ശിവൻകുട്ടി ഇടപാട്ടെ, ഈ 3 പേരുടെയും എന്താ പറയാ ഫേസ്ബുക്കിൽ ഇവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇപ്പം രാഹുലിനെ തൂക്കിക്കൊല്ലണം. ഈ പറയുന്ന ആൾക്കാരുടെ നേതാക്കന്മാര് മുകേഷ് ഇപ്പോഴവിടെ കിടക്കുകയാണ്. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വിരാജിക്കുന്നു അല്ലെ. ഏറ്റവും വലിയ പെണ്ണുപിടിയനായ പി ശശി മുഖ്യമന്ത്രിയുടെ എന്താ പറയാ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വിരാജിക്കുകയാണ് അല്ലെ. PK ശശി മറ്റേ ഇപ്പോഴും KTDCയുടെ ചെയർമാനായി വിലസുന്നു. മുകേഷ് ഇപ്പോഴും MLA ആയി വിലസുന്നു. ഐസക്കും ശ്രീരാമകൃഷ്ണനും കടകംപള്ളിയും ഒക്കെ നേരത്തെ ഇതുപോലുള്ള പല സ്ത്രീകളും പരാതിപ്പെട്ടവരാണ്. ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും അവസാനം PT കുഞ്ഞുമുഹമ്മദ് അല്ലെ, ഇടതുപക്ഷ സഹയാത്രികനായ മുൻ MLA ആയ PT കുഞ്ഞുമുഹമ്മദ് ഒരു നവാഗത സംവിധായകയെ കയറി പിടിച്ചു, ബലാത്സംഗം ചെയ്തു. പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തി. മുഖ്യമന്ത്രി 8 ദിവസം പൂഴ്ത്തിവെച്ചു. ഇല്ലടോ കാരണഭൂതമേ. ഇത് ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഈ ചാനലുകളിലൊക്കെ എങ്ങനെയാണ് വരുന്നത്. മുഖ്യമന്ത്രിക്കാണ് ശബ്ദ സന്ദേശം വന്നത്. മുഖ്യമന്ത്രി അതോടുകൂടെ വികാര വിക്ഷുബ്ധനായി പൊട്ടിക്കരഞ്ഞു. ഇപ്പം പിടിക്കണം, ഇപ്പം അറസ്റ്റ് ചെയ്യണം, ഇപ്പം തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞത്രേ. അതൊരു മ്യൂച്വലായ അവരുടെ ഒരു പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഫിസിക്കൽ റിലേഷൻ ആയിരുന്നു. PT കുഞ്ഞുമുഹമ്മദ് അങ്ങനെയല്ല. PT കുഞ്ഞുമുഹമ്മദിന്റെ മുറിയിലേക്ക് നിന്റെ സഖാവായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുറിയിലേക്ക് ഒരു നവാഗത സംവിധായിക കയറി ചെല്ലുകയാണ്. അവിടെ വെച്ച് കയറി പിടിക്കുകയാണ്. അതിനാണോ ബലാത്സംഗം എന്ന് പറയാ? അതിനാണ് ബലാത്സംഗം. അതല്ലാതെ നീ ഒരു മുറിയെടുക്ക് എന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയും ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുകയും ചെയ്യുന്നതല്ല ബലാത്സംഗം. അതല്ല ബലാത്സംഗം. അപ്പൊ PT കുഞ്ഞുമുഹമ്മദ് ഒരു നവാഗത സംവിധായകയെ ബലാത്സംഗം ചെയ്താൽ യാതൊരു കേസും ഇല്ല. അത് 8 ദിവസം പൂഴ്ത്തിവെക്കും. അത് കഴിഞ്ഞിട്ട് പോലീസിലേക്ക് കൊടുക്കും. പോലീസ് ഒരു 10 ദിവസം പൂഴ്ത്തിവെക്കും. എന്നിട്ട് നവാഗത സംവിധായിക നിരന്തരം പോലീസിലേക്ക് വിളിച്ച് കേസെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് കേസെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സഖാക്കന്മാർ വന്ന് ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കും അല്ലെ. ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് അതിജീവിതയോട് പറയുകയാണ്. അപ്പോൾ ഇത് സഖാക്കന്മാർ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. രാഹുൽ മാങ്കൂട്ടം ഈ ആദ്യത്തെ 2 പരാതികളും കെട്ടിച്ചമച്ച പരാതികളാണെന്ന് കോടതിക്ക് പോലും സംശയം തോന്നിയപ്പോഴാണ് കോടതി മുൻകൂർ ജാമ്യം എന്ത് ചെയ്തത്. ഒരു കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2ാമത്തെ കേസിൽ 21-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ആരും അറിയാതെ അർദ്ധരാത്രി കയറി ചെന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ആ പരാതി ഇമെയിൽ കിട്ടിയൊരു പരാതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇമെയില് അപ്പൊ ഇനി എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീപീഡനം നടന്നു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ഒരു ഇമെയിൽ പരാതി വന്നാൽ രാത്രി തന്നെ എന്ന് പറയാൻ മണിക്കൂറുകൾക്കകം രാത്രി തന്നെ പോലീസ് പട ഇരച്ചെത്തുന്നു. ഈ പറയുന്ന എന്താ പറയാ ആരാണോ അതിന്റെ പ്രതി എന്നുള്ളത് അയാളുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. അയാളെ രാത്രി 12 മണിക്ക് 1 മണിക്കാണ് സംഭവം. എന്താ പറയാ വിട്ട ഡ്രസ്സ് തന്നെ അതൊന്നും മാറ്റാൻ പോലും സമ്മതിക്കാതെ പിടിച്ചു കൊണ്ടുപോവുകയാണ്.
ഇപ്പോഴാ മാവേലിക്കര സബ് ജയിലിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇനിയിപ്പോ ജാമ്യത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ നാളെ അപേക്ഷിക്കുക, കിട്ടുമോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. ഞാൻ അതിലേക്കൊന്നും കടന്നു. ഇനി രാഹുൽ മാങ്കൂട്ടം ആ രീതിയിലുള്ള ബലാത്സംഗം നടത്തിയ രാഹുൽ മാങ്കൂട്ടം അല്ലാതെ ആരാണെങ്കിലും ബലാത്സംഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ബലാത്സംഗം ചെയ്ത ആൾക്കാർക്കൊക്കെ അതിനനുസരിച്ച് ശിക്ഷ നൽകണം. അതിലൊന്നും ഒരു തർക്കമില്ലാതെ. പക്ഷെ ഇതെങ്ങനെ ബലാത്സംഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഡിവൈഎഫ്ഐക്കാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷം. ഇവന്മാർക്ക് ഇവിടെ എന്ത് തോന്നിയാസം നടത്തിയാലും ഇതിനെതിരെ മിണ്ടില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ്ഐക്കാരും മറ്റേ BJP-കാരും യുവമാർച്ചക്കാരൊക്കെ ഇംഗ്ലാബ് വിളി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് 3 മാസം മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടി. ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ്സുകാരാണ് തുടക്കമിട്ടത്. ഇവരാണ് ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. കോടതി പറയട്ടെ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയോ? പരാതി വരട്ടെ. പരാതി കോടതി തീരുമാനിക്കട്ടെ. കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കാം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരുന്നു. അതേമാതിരിയല്ലേ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത്. പക്ഷെ അപ്പോഴത്തേക്കും കോൺഗ്രസിന് ഭയങ്കര ധാർമ്മിക ബോധം അതൊന്നും ആയിരുന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ വളരാൻ അനുവദിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയും ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കുറെ കടൽ കിഴവന്മാര് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. കിട്ടിയ അവസരം മുതലാക്കി ഇവര് രാഹുൽ മാങ്കൂട്ടത്തെ ചവിട്ടി പുറത്താക്കി. അത്ര തന്നെ. അതാണ് ഇപ്പൊ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നു ഇനിയിപ്പോ എം എൽ എ സ്ഥാനം രാജിവെക്കണം. ഷംസീർ പറയുന്നു എന്താണ് അയോഗ്യനാക്കാൻ വേണ്ടി പോവുകയാണ് അത്രേ. ഷംസീറെ ആദ്യം അയോഗ്യനാക്കുന്നത് മറ്റേ ധൈര്യം ഉണ്ടെങ്കിൽ ഇയാളെ മുകേഷിനെ അയോഗ്യനാക്കണോ? മുകേഷിനെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ പറ്റുമോ? അതും ബലാത്സംഗല്ലേ? ചാൻസ് ചോദിച്ചു വന്ന പുതിയ സിനിമാ താരത്തെ ഒന്നല്ല പലവട്ടം ബലാത്സംഗം ചെയ്തു എന്നുള്ളതല്ലേ മുകേഷിനെതിരായ പരാതി? ഒന്നല്ല പല പരാതികൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന പരാതികൾ മുഴുവനും പരസ്പര ഉഭയ സമ്മതത്തോടെ നടത്തിയ ഈ ലൈംഗിക ബന്ധമാണ്. ഈ മൂന്നാമത്തെ പരാതിയിലും അതാണ് പ്രകടം. എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഭ്രൂണം സൂക്ഷിച്ചെന്നൊക്കെ പറയുന്നത് നമ്മള് കഥകളിൽ പോലും സിനിമകളിൽ പോലും ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? സിനിമകളിൽ പോലും ഇങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. തന്നെ ബലാത്സംഗം ചെയ്തതാണെങ്കിൽ പോട്ടെ, തന്റെ അലസിപ്പോയൊരു ഗർഭം ആ ഭ്രൂണം സൂക്ഷിക്കുക, മാസങ്ങളല്ല വർഷങ്ങളോളം സൂക്ഷിക്കുക. എന്നിട്ട് ഈ തന്നെ അന്ന് ബലാത്സംഗം ചെയ്ത ആൾക്കെതിരെ പ്രയോഗിക്കുക. അയാൾ ആവശ്യമുള്ള അയാൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക, അണ്ടർവെയർ വാങ്ങിക്കൊടുക്കുക, അയാൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. അതൊക്കെ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ടെ ഇതൊക്കെ പറഞ്ഞ വിശ്വസിക്കുന്നത് എന്താ? വെള്ളരിക്കപ്പെട്ടണോ? തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്താനോ പറ്റിയേക്കാം. കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ ശരിയായി എന്ന് പറഞ്ഞാൽ ചാനലുകൾ ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും ചാനലുകൾ എന്തൊരു ആവേശത്തോടെയാണെന്ന് അറിയാം. ചാനലുകളെല്ലാവരും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ ചാനലുകാരും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിക്കൊല്ലണം. രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ. മുഖ്യമന്ത്രി പൊട്ടിക്കരയുന്നു, ശൈലജ ടീച്ചർ കരയുന്നു, ആർ ബിന്ദു കരയുന്നു, സുജാ സൂസൻ ജോർജ് കരയുന്നു, ശിവൻകുട്ടി ആകെ വികാര വിക്ഷോഭം കൊണ്ട് വീണ്ടും ശിവതാണ്ഡവം നടത്തുന്നു. ആകെ പ്രശ്നമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ത്രീ പീഡകൻ അല്ലേ? എന്താ ചെയ്യാ? ഏതായാലും ഈ ഭ്രൂണത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. ഭ്രൂണം ഉണങ്ങിപ്പോയോ? ഭ്രൂണം ആ സ്ഥിതിയിലുണ്ടോ? ഏതായാലും അലസിപ്പോയ ഗർഭത്തിനും രാഹുൽ മാങ്കൂട്ടം ഉത്തരവാദി. ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരില്ലേ? ഈ ആദ്യത്തെ അതിജീവിതയുടെ ഭർത്താവാണ് പിന്നീട് രംഗത്ത് വന്നത്. ആദ്യത്തെ അതിജീവിതയുടെ പരാതി തൂറ്റിപ്പോയപ്പം ഭർത്താവ് രംഗത്ത് വന്നു. അന്നൊന്നും ഭർത്താവില്ലായിരുന്നു. 4 ദിവസം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്നുള്ളൂ. 1 മാസം കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭർത്താവ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്റെ കുടുംബജീവിതം തകർത്തു, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിക്കൊല്ലണം. ഉടുപ്പില്ലടോ എനക്കൊന്നു. ഭാര്യക്കെതിരെ ഒരു കേസും വേണ്ട. ഭാര്യ രാഹുൽ മാങ്കൂട്ടം വിളിക്കുമ്പോൾ പോവും, പിൽസ് ഇല്ലാതെ ബന്ധപ്പെട്ടാൽ മതിയോ, പിൽസ് കഴിച്ചു ബന്ധപ്പെടണോ, മറ്റേ കോണ്ട ഇട്ട് ബന്ധപ്പെടണോ, അതല്ലാതെ ബന്ധപ്പെടണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവര് തമ്മിൽ നിരന്തരം ലൈംഗിക ബന്ധമൊക്കെ പുലർത്തി അവസാനം ഭർത്താവ് തന്റെ ഭാര്യയെ കൂടുതൽ പറയിപ്പിക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ദിവസമാണ് ഇന്ന് കേട്ടോ. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ആകെ പ്രശ്നത്തിലായിരുന്നു. കാരണം ശബരിമല സ്വർണ്ണ കൊള്ള ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്
കുറ്റം മുഴുവൻ തന്ത്രിയിൽ ചാർത്തിക്കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത്, അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുകയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ല, PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തില്ല, വാസവനെ അറസ്റ്റ് ചെയ്തില്ല. യഥാർത്ഥത്തിൽ ഈ SIT അന്വേഷണം തുടങ്ങിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഹൈക്കോടതി SIT കൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച ആ തുടക്കകാലത്തൊക്കെ ഉന്നതര് ഒരുപാട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെയായിരുന്നു അന്വേഷണം പോയിരുന്നത്. പക്ഷെ അത് പത്മകുമാറിലെത്തിയപ്പോൾ നിന്നു. അപ്പോഴത്തേക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ല. അവസാനം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടും കടകംപള്ളിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം കടകംപള്ളിയുടെ ഭരണകാലത്താണ് ഈ വൻ സ്വർണ്ണക്കൊള്ള നടന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ്. പക്ഷെ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്, അറസ്റ്റ് ചെയ്തില്ല. അതേ സമയത്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ തന്ത്രി ഇതിന്റെ ഒരു കസ്റ്റോഡിയനൊന്നുമല്ല. തന്ത്രി എന്താ പറയാ, ശബരിമല ഈ ക്ഷേത്രത്തെയും ശബരിമലയിലെ സ്വത്തുവകകളെയും സംരക്ഷിക്കുക എന്നുള്ളത്, അതിനെ പരിപാലിക്കുക എന്നുള്ളത് തന്ത്രിയുടെ കടമയല്ല, തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചതൊക്കെ. അതിന്റെ ചുമതല എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണ്. പക്ഷെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് തന്ത്രി ഇതൊക്കെ അറിഞ്ഞു, ഈ കാര്യം, അതായത് ഈ വൻ കൊള്ള നടന്നതൊക്കെ തന്ത്രി അറിഞ്ഞിട്ടുണ്ട് അത്രേ. പക്ഷെ തന്ത്രി ആരെടുത്തും പരാതി പറഞ്ഞില്ല. ആരെടുത്ത തന്ത്രി പരാതി പറയേണ്ടത്? ശരിക്കും കൊള്ള നടത്തിയത് ഈ സ്വർണ്ണപ്പാളികളൊക്കെ ചമ്പ് എന്ന് എഴുതുകയും ആ രീതിയിൽ അതിനെ പുറത്തേക്ക് പൂശാൻ കൊണ്ടുപോവുകയും ചെയ്തത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. ഈ പൂശാൻ കൊണ്ടുപോട്ടെ എന്ന് പോറ്റി ആദ്യത്തെ അപേക്ഷ കൊടുത്തത് സർക്കാരിനാണ്, മന്ത്രിക്കാണ്. കടകംപള്ളി സുരേന്ദ്രനാണ് അതിനടിയിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് താഴോട്ട് നിർദ്ദേശം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ. KP ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് സുപ്രീം കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയപ്പോൾ സുപ്രീം കോടതി ഓടിച്ചതാണ് മുൻ ഭരണസമിതി അംഗമായ ഈ ശങ്കർദാസിനെ. ആ ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ, അതായത് സ്വർണം ചെമ്പ് എന്ന് എഴുതി കൊടുത്ത ആ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. അതാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അതിന്റെ കൂടെ യഥാർത്ഥത്തിൽ ആ ബാക്കിയുള്ള 2 അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൽ ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പരമാവധി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ പരാജയത്തിന് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്ന് വളരെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ പിണറായി വിജയനും കൂട്ടരും ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത് ഞങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞ സഖാക്കളല്ല ഇതിന്റെ പിന്നിൽ തന്ത്രിയാണ്, തന്ത്രിയും പോറ്റിയും പറഞ്ഞ കുറച്ച് ആൾക്കാരും കൂടി ചെയ്ത ഒരു തട്ടിപ്പാണ് എന്ന രീതിയിൽ കേസ് തീർപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായിയുടെ പോലീസുകാർ. ഹൈക്കോടതിയുടെ നിരീക്ഷണം, ഹൈക്കോടതിയുടെ നേതൃത്വം എന്നൊക്കെ പറയെങ്കിലും ഹൈക്കോടതി അല്ലല്ലോ ഇവരുടെ കൂടെ നിന്ന് കേസ് അന്വേഷിക്കുന്നത് പിണറായിയുടെ പോലീസുകാരല്ലേ. കേസ് അന്വേഷിക്കുന്നത് പിണറായി പോലീസുകാർ ആയതുകൊണ്ട് തന്നെ ഇവര് പിണറായിയുടെ സമ്മർദ്ദം, പിണറായിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, പ്രതീക്ഷകൾക്കനുസരിച്ച് ഒക്കെ തന്നെ ഈ പോലീസുകാർ പ്രവർത്തിക്കുകയുള്ളൂ. അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, നിങ്ങളുടെ ഈ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞാൽ SIT-യെ കർശനമായി, അല്ലെങ്കിൽ SIT-യെ വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയുണ്ടായി ഹൈക്കോടതി. നിങ്ങളുടെ കേസന്വേഷണം ഇഴയുകയാണ്, കേസന്വേഷണം സ്തംഭിച്ചു പോയിരിക്കുകയാണ്, നിങ്ങൾ ഉന്നതത്തിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതൊന്നുമല്ല. പിണറായി ഇന്ന് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്നിരിക്കുന്നു. ആ പരാതി വന്ന കാര്യം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. 4-5 ദിവസം മുമ്പാണത്രേ ഒരു പരാതി. എവിടെ നിന്ന് അറിയാം? കാനഡയിൽ നിന്ന് ഒരു പരാതി ഇമെയിൽ വഴി വരികയാണ്. ആ ഇമെയിൽ വഴി പരാതി വരുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു ശബ്ദ സന്ദേശം വരുന്നു. മുഖ്യമന്ത്രി അത് കേട്ടപാടെ ഇന്നലെ പാതിരാത്രി രാഹുൽ മാങ്കൂട്ടം ഉറങ്ങിക്കിടന്ന ആ ഹോട്ടൽ മുറിയിലേക്ക് വാതിൽ തട്ടി 10-15 പോലീസുകാർ ഇരച്ചെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യോടെ പിടിച്ചു പൊക്കി. ഇപ്പതാ മാവേലിക്കര സ്പെഷ്യൽ ജയിലില് രാഹുൽ മാങ്കൂട്ടത്തെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമതൊരു പരാതി. നമുക്കൊക്കെ അറിയാലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ പരാതി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പരാതിയിൽ ആദ്യം തന്നെ ഈ ജില്ലാ കോടതി ജാമ്യം കൊടുത്തില്ല. പക്ഷേ അത് ഹൈക്കോടതിയിൽ പോയി. അപ്പൊ ഹൈക്കോടതിയാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. ഈ പരാതി ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ച് കുഴപ്പമുള്ള പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തു എന്നൊന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് വിശദമായ വാദം കേട്ട ശേഷമേ ഇതിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നമ്മൾ തീരുമാനം എടുക്കുള്ളൂ. അതുവരെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. ഈ 21-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ട ഒരു മുൻ പരാതി നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പരാതി. ആ മറ്റൊരു പരാതിയിൽ, 2ാമത്തെ പരാതിയിൽ ജില്ലാ കോടതി തന്നെ
രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 2 പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ചൊരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 3ാമതൊരു പരാതി എവിടെ നിന്നാണ് എത്തിയെന്ന് പടച്ച തമ്പുരാൻ മാത്രമേ അറിയുള്ളൂ. ഇത് വിദേശത്ത് നിന്ന് എത്തിയതാണെന്ന് പറയുന്നത്. ഇപ്പൊ കാനഡയിലാണ് ഈ യുവതി ഉള്ളത്. മാത്രമല്ല ഈ യുവതി ഭർത്തുമതിയാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ യുവതികളൊക്കെ കല്യാണം കഴിച്ച യുവതികളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കല്യാണം കഴിച്ച യുവതികളെ രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്ത അത് തെറ്റല്ലേ എന്ന്. ശരിയാണ്, ബലാത്സംഗം ചെയ്യാൻ പാടില്ല. ഇനി കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു യുവതിയെ ആ യുവതിയുടെ സമ്മതം കൂടാതെ ഒരു അന്യപുരുഷനെ ശരീരത്തിൽ തൊടാൻ കൂടിയുള്ള അവകാശമില്ല. അക്കാര്യമൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചറിയാം? ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് 3ാമത്തെ പരാതി ഉണ്ടല്ലോ. 3ാമത്തെ പരാതി ഇത് സംബന്ധിച്ച് ഏഷ്യാനെറ്റിലും അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ ഇന്ന് രാവിലെ മുഴുവൻ ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞോണ്ടത് പിണറായി വിജയൻ സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. വരുന്ന 2 ആഴ്ചത്തേക്ക് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചോ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചോ വാസവനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചോ ഒന്നും ഇനി TV ചാനലുകൾ ചർച്ച ചെയ്യില്ല. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിഭീകരമായ പീഡന കഥകളുടെ വിവരണങ്ങളാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ. ഉളുപ്പില്ലടോ മാപ്രകളെ. ആ പരാതി നിങ്ങൾ വായിച്ചു നോക്ക്. പരാതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് വലിയ കാര്യമൊന്നുമില്ലാന്ന്. ആദ്യത്തെ 2 പരാതികളെ പോലെ തന്നെ ഉഭയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത്. അതാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. കാരണം എന്താണെന്നറിയോ? എന്താണ് പറയാ, ഈ രാഹുൽ മാങ്കൂട്ടം യുവതിയോട് പറയുകയാണത്രേ ഹോട്ടലിൽ മുറിയെടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പരാതിയിൽ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടം പറയുന്നു, ഇനി രാഹുൽ മാങ്കൂട്ടവുമായി താനാണ് ബന്ധപ്പെട്ടതെന്നും യുവതി പറയുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ വഴി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഒരു അപ്കമിംഗ് ആയ ഒരു രാഷ്ട്രീയ താരത്തെ ഈ യുവതിയാണ് വളച്ചെടുക്കുന്നത്. ഞാൻ ഇൻവെർട്ടർ കോമയിലാണ് കേട്ടോ. എനിക്കെതിരെ കേസുമായിട്ട് വരണ്ട. അതായത് യുവതിയാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ ബന്ധം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം യുവതിയോട് പറയുകയാണ് അത്രേ ഹോട്ടലിൽ മുറിയെടുക്കാൻ. അങ്ങനെ യുവതി ഹോട്ടലിൽ മുറിയെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടം അവിടെ ചെന്നു. ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ സംഭവം. സീൻ 1 അതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടം യുവതിയോട് പറയുന്നു പോയി കണ്ട് ഒരു ഹോട്ടലിൽ മുറി എടുക്കുന്നു പറയുമ്പോഴത്തേക്ക് ഈ യുവതി, വിവാഹിതയായ യുവതി ഓടിപ്പോയി ഹോട്ടലിൽ മുറി എടുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമാണോ കുറ്റക്കാരൻ? ഞാൻ പറയുന്നത് ഇതിൽ വലിയ കുറ്റമൊന്നുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടുന്നു 18 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനുമാണ്. ഒരു പുരുഷൻ സ്ത്രീയോട് പറയുന്നു ഹോട്ടലിൽ മുറിയെടുക്കാൻ അവിടെ മുറി കിട്ടും. അതിലൊന്നും ഒരു നിയമപരമായ ഒരു തെറ്റുമില്ല. രാഹുൽ മാങ്കൂട്ടം ചെല്ലുന്നു, ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്ന ഒരു തെറ്റുമില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് യുവതി പറയാണ് തന്നെ ബലാത്സംഗം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ യുവതിയെ ഹോട്ടലിൽ മുറി എടുക്കാനൊക്കെ പറഞ്ഞിട്ട് യുവതി എല്ലാറ്റിനും സമ്മതിച്ചിട്ടാ വരുന്നത്. അല്ല, ഹോട്ടലിൽ മുറി എടുക്കാൻ വേണ്ടി വരുന്നത് ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പൊ ഹോട്ടലിൽ മുറി എടുക്കാൻ വേണ്ടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ ആക്രമിച്ചു, തന്നെ എന്താ പറയാ ബലാത്സംഗം. അവിടെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. ഇതൊരിക്കലും ബലാത്സംഗത്തിന് കീഴിൽ നിൽക്കില്ലാന്നേ. അങ്ങനെയാണ് ഒരു യുവതിയോട് പറയാണ്, ഒരു വിവാഹിതയോട് പറയാണ്, നിങ്ങൾ ഹോട്ടലിൽ മുറി എടുക്കണം കേട്ടോ, എന്നിട്ട് ഞാനും അങ്ങോട്ട് വരാം. അവിടെ വന്നിട്ട് ഈ എന്താ പറയാ മഹാഭാരത കഥ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ സാരോപദേശ കഥകൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഈ യുവതിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരികയാണോ? ഇത് മനുഷ്യന്മാർക്ക് ഇതെന്തൊക്കെ തോന്നിയാ പറയുന്നത്? എന്നിട്ട് ഹോട്ടലിൽ വിളിച്ചു വരുത്തി തന്നെ ബലാത്സംഗം ചെയ്തു. ശരി, ഇതിനെക്കാട്ടൊക്കെ അങ്ങേപ്പുറം പിന്നീട് ഗർഭിണിയായി എന്നാ പറയുന്നത്. ഈ ഒറ്റത്തവണ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാകുക എന്നുള്ളത് പണ്ടത്തെ സിനിമയിൽ, പണ്ടത്തെ ജയഭാരതി, പ്രേംനസീർ, ഉമ്മറൊക്കെ അഭിനയിച്ച പഴയ സിനിമയിലേക്കാണ് നമ്മൾ കണ്ടത്. ഒരു നായികയെ ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്ത് അടുത്ത മാസം യുവതി ഗർഭിണിയാവുന്നു. ശരി, അങ്ങനെ ആവാം, അതിലൊന്നും തെറ്റ് പറയുന്നില്ല. ഇനി ഒറ്റ പ്രാവശ്യം ഒരു ബലാത്സംഗം ചെയ്തിട്ടുള്ളൂ. ബലാത്സംഗം എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണ്. ബലാത്സംഗമല്ല, ഉഭയ സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് നടത്തിയത്. അപ്പം ഏതായാലും യുവതി ഗർഭിണിയാവുന്നു. ഇനി 1 പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം 25 പ്രാവശ്യം എന്ന് നമുക്കറിയില്ല. എന്നാലും യുവതി ഗർഭിണിയായി കഴിയുമ്പോൾ രാഹുൽ പറയാണത്രേ, എന്താ പറയാ, ആദ്യം പറഞ്ഞു പ്രസവിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ വിവാഹിതയായ സ്ത്രീയോടാണ് പറയുന്നത് നീ പ്രസവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ കോണ്ടം വേണ്ട അല്ലെങ്കിൽ പിൽസ് വേണ്ട എന്നൊക്കെ രീതിയിലാക്കിയായിരിക്കും സംസാരിച്ചത്. എന്തെങ്കിലും ആവട്ടെ, യുവതി ഗർഭിണിയായപ്പോൾ പറഞ്ഞത്ര ഗർഭം അലസിപ്പിക്കണം. പക്ഷേ ഈ മറ്റേ 2 കേസുകളിൽ പറഞ്ഞ പോലെ ഈ ഗർഭം എന്താ പറയാ ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് രാഹുൽ നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി. ഇവിടെ അതല്ല, ഗർഭം അലസിപ്പോയി. ഈ അലസിപ്പോയ ഭ്രൂണം ഈ സ്ത്രീ ഇത്ര നാളും സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അത്രേ. ഇതെന്തത്? ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണോ? അതായത്
ഇന്ന് 2024 ഇത് 2026. 2 വർഷത്തെ മുമ്പ് സംഭവം അറിയുന്നത്. 2 വർഷത്തെ മുമ്പ് ഈ ഗർഭാണ്ട് അലസി പോയപ്പോ ഈ യുവതി ഈ ഭ്രൂണം എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചു. ഇത് എങ്ങനെയപ്പോ സൂക്ഷിച്ചു വെച്ചത്? ഉണക്കി വെച്ചതാണോ, അതല്ല ഇത് ഫോർമാലിൻ മറ്റേ ജാറിലിട്ട് സൂക്ഷിച്ചതാണോ, അതല്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണോ? എനിക്കറിയില്ലപ്പാ. അതുകൊണ്ട് പറയാണ്, ഏതായാലും ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത്രേ. എന്തിനെന്ന് വെച്ചാൽ ഈ ഭ്രൂണത്തിന്റെ ഉത്തരവാദി എന്റെ ഭർത്താവല്ല, ഇത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് വരും കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ പിന്നിൽ വളരെ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നേ. ഇതിന്റെ ഒക്കെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ പരാതികളിലെല്ലാം വളരെ കൃത്യമായ ഗൂഢാലോചനകളുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണ് എല്ലാം, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് ഏറ്റവും ഈ മൂന്നാമത്തെ പരാതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അല്ലാതെ ഒരു സ്ത്രീ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയാണെങ്കിൽ ഓക്കെ, ഇതല്ല. ഇത് ഗർഭം അലസിപ്പോയതാണ്. അലസിപ്പോയപ്പം ഈ യുവതി പറയാണ്, അലസിപ്പോയ ആ ഭ്രൂണം നശിപ്പിക്കരുത് കേട്ടോ, ആ ഭ്രൂണം എനിക്ക് കുപ്പിയിലാക്കി തരണം. എന്നിട്ട് അത് കൊടുത്തു. അത് ഇപ്പോഴും കയ്യിലുണ്ട് അത്രേ. എന്നിട്ട് ഇനി രാഹുലിന്റെ ബ്ലഡ് എടുത്തിട്ട് DNA പരിശോധന എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ കുട്ടിയെ എന്തായാലും ഭ്രൂണമായി. അത് രാഹുൽ നിർബന്ധിച്ച് ചെയ്തതുമല്ല. ഞാൻ ചോദിക്കട്ടെ, അലസിപ്പോയ ഒരു ഗർഭത്തിന്റെ ഭ്രൂണം പരിശോധിച്ച് രാഹുലിന്റെ ആണ് തന്നെ വെക്കുക, അതിന്റെ പേരിൽ രാഹുലിന് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഒരു ഫ്ലാറ്റിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതായത് ബലാത്സംഗം, അതായത് യുവതിയുടെ പരാതിയിൽ പറയുന്ന പോലെ തന്നെ ബലാത്സംഗം ചെയ്തു, തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, തന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഗർഭിണിയാക്കി. അത് കഴിഞ്ഞിട്ട് ഗർഭം അലസിപ്പോയി. ആ അലസിപ്പോയ ഗർഭം ഞാൻ ആരും അറിയാതെ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാം, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഒക്കെ ഏർപ്പാടാക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് താൻ സാമ്പത്തികമായി സഹായിച്ചു ചെരുപ്പ് വാങ്ങാൻ. രാഹുലിന് ചെരുപ്പ് വാങ്ങി കൊടുക്കാണ്. എന്തിന്? തന്നെ ബലാത്സംഗം ചെയ്തതിന്. ചേട്ടൻ പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടോ?